ശ്രീ ശിവപ്രസാദ്, ഇപ്പോൾ SFI സംസ്ഥാന വ്യാപകമായി സമരം നടത്തിയല്ലോ. നാളെ രാജ്യവ്യാപകമായ സമരത്തിന് ആഹ്വാനമുണ്ട്. നിങ്ങളും സമരം ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ CJP സമരം ചെയ്യുന്നു. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ വലിയ ചരിത്രമുണ്ട്. പല ഘട്ടങ്ങളെടുത്താൽ ഇതൊരു വലിയ സ്റ്റുഡൻറ് മൂവ്മെൻ്റായി മാറാൻ പോവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള രാജ്യം ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടത്തിനാണ് ഇന്ന് ആവേശകരമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ BJP പ്രതിനിധി പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ആർക്കാണ് ഈ സമരത്തോട് ഭയമെന്നാണ്. ആർക്കാണ് ഈ സമരത്തോട് ഭയമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന്, സമരത്തിനോട് രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനവും ആ സമരം അതിൻ്റെ ഏറ്റവും ഉയർന്ന ആവേശകരമായ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും. എങ്ങനെ ഈ സമരത്തെ നേരിട്ട് ഒന്നാം ഘട്ടം എങ്ങനെ ആ സമരത്തെ നേരിട്ടെ? ലാത്തികൾ ഉപയോഗിച്ച്, ഇലക്ട്രിക് ബാറ്ററികൾ ഉപയോഗിച്ച്, പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച്, സ്റ്റിയർ ഗ്യാസുകൾ ഉപയോഗിച്ച്, ഏതെല്ലാം മാരകായുധങ്ങൾ ഉപയോഗിക്കാമോ ആ മാരകായുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ ഒത്തുകൂടിയ പ്രതിഷേധക്കാർക്കെതിരെ അതിഭീകരമായ മർദ്ദനം നടത്തി. പ്രതിഷേധക്കാരെ ആദ്യം ഒരു വീഴ്ച എന്താ? തീവ്രവാദികളെന്നാണ്. തീവ്രവാദികളിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെന്താ വന്നേ? പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അരാഷ്ട്രീയവാദികൾ, നിങ്ങളെന്തിന് ഈ അരാഷ്ട്രീയവാദികളുടെ പുറകെ പോകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നറേഷനുകൾ മാറ്റി രാജ്യത്ത് ഇന്നോളം നടന്ന എല്ലാ സമരങ്ങളെയും എങ്ങനെയാണോ നേരിട്ടത് ആ മാതൃകയിൽ തന്നെ ഈ സമരത്തെ നേരിടാമെന്നാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമം നടന്നോ എന്നാണ് BJP ചോദിക്കുന്നത്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2019 രാജ്യത്ത് നരേന്ദ്രമോദി പ്രസക്തമായൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു? ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. ഞാൻ നിങ്ങളെ കുറച്ച് ചിത്രങ്ങൾ കാണിക്കും. കേരളം രാജ്യം മുഴുവൻ കണ്ട ചിത്രങ്ങളാണ്. ഇതാ ഒരു പെൺകുട്ടി, ഇതൊരു പെൺകുട്ടിക്ക് മർദ്ദനയേക്കുന്ന ദൃശ്യമാണ്. ഇത് മറ്റൊരു പെൺകുട്ടിയെ പോലീസ് വഴച്ചയക്കുന്ന ദൃശ്യമാണ്. ഇത് വേറൊരു പെൺകുട്ടിയുടെ ദൃശ്യം. ഇത് രാജ്യം കാണുന്ന ദൃശ്യങ്ങളാണ്. ഇത് പെൺകുട്ടികളാണ്. ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇവർ തീവ്രവാദികളാണെന്ന് ആർക്കെങ്കിലും വിലയിരുത്താൻ കഴിയുമോ? അപ്പോൾ ക്രൂരമായ മർദ്ദനം പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന നിമിഷം അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ അടയ്ക്കണമെന്ന നിർദ്ദേശം അവിടേക്ക് പോവാണ്. അവിടെ മെട്രോ സ്റ്റേഷൻ അടച്ചു. അവിടെ ഇൻ്റർനെറ്റ് സംവിധാനം പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്തു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭീകരമായി ഈ സമരം ഒരു തരത്തിലും മൊമെൻറ്റോ ഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന നിലയിൽ അടിച്ചമർത്തുന്നു. ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്താ? ഞങ്ങൾ ഒരാളുടെ മുന്നിലും മുട്ടുമടക്കില്ല. അതാണല്ലോ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ലൈൻ. നിങ്ങൾ ഈ 21 ദിവസം പറഞ്ഞല്ലോ ചർച്ചയെപ്പറ്റി, 21 ദിവസം സോനം വാങ്ചുക് നിരാഹാരം നടത്തി. ഒരു ഉദ്യോഗസ്ഥനെ ആ നിരാഹാര വേദിയിലേക്ക് പറഞ്ഞയക്കാൻ ഈ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവും? ഇല്ല. എപ്പോഴാണ് തയ്യാറായത്? പാർലമെൻറ്റ് മാർച്ച്, രാജ്യത്തെ വിദ്യാർത്ഥി നടത്തിയ പാർലമെൻറ്റ് മാർച്ച് പാർലമെൻറ്റിൻ്റെ ഗേറ്റിന് തൊട്ടുപുറത്തെത്തിയപ്പോഴാണ്, രാജ്യ തലസ്ഥാനം പിടിച്ചുകുലുക്കപ്പെട്ടപ്പോഴാണ് കേന്ദ്ര ഭരണാധികാരികൾ ഞെട്ടിവിറച്ചത്. കർഷക സമരം, 3 കരിനിയമങ്ങൾ പിൻവലിച്ച കർഷക സമരത്തിൻ്റെ മാർച്ച് പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാർലമെൻറ്റ് കവളത്തിൽ എത്തിയില്ല. വിദ്യാർത്ഥികളെത്തി. ആ വിദ്യാർത്ഥികൾ പാർലമെൻറ്റ് ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോഴാണ് കേന്ദ്ര ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നത്. എന്നിട്ടോ നാം മനസ്സിലാക്കേണ്ട JP നഡ്ഡ രണ്ടുപേരുമായി ചർച്ച നടത്തി. എന്തേ ചർച്ച വിജയിക്കാഞ്ഞത്? 3 ന്യായമായ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയത്. ഒന്ന്, മരിച്ച വിദ്യാർത്ഥികൾ, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി നഷ്ടപരിഹാരം വീതം കൊടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. സോനം വാങ്ചുകിനെ മോചിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ചർച്ച പരാജയപ്പെടുന്നു. അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. കല്ലിന് കാട്ടുപിടിച്ച പോലെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ മന്ത്രിമാരുടെ ലൈൻ. എന്തായിരുന്നു കേന്ദ്രമന്ത്രിമാർ കൊടുത്ത നിർദ്ദേശം? BJP നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. ഒറ്റ കേന്ദ്രമന്ത്രി പോലും ഈ സമരത്തെപ്പറ്റി മിണ്ടിപ്പോകരുത്, പ്രതികരിച്ചു പോകരുത്. നമ്മൾ പ്രതികരിച്ചാൽ ഇവർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടും. അങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ അവർക്കുണ്ടാവാനേ പാടില്ല. എന്നിട്ടോ ഇത്രയും നാൾ 2 മാസവും 20 ദിവസവും നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ട ശേഷം മൗനി ബാബയായ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് NDA യോഗത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തേ? ഈ സമരം വിജയിച്ചു എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം രാജ്യത്ത് ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്ന, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രാജ്യത്തിൻ്റെ ഭരണവർഗം പ്രതികരിക്കാൻ ആരംഭിച്ചു എന്നാണ്. JP നഡ്ഡ ചർച്ചയ്ക്ക് വിളിക്കുന്നു. കേന്ദ്രമന്ത്രി ഓടി സമരവേദിയിലേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥരെ അയക്കുന്നു. ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിക്കുമെന്ന് പറയുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിക്കുമെന്ന് പറയുന്നു. എവിടെയായിരുന്നു 2 മാസം 20 ദിവസവും? ഈ 2 മാസം 20 ദിവസവും 22 വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ മൻ കി ബാത്തിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ലോകത്തെപ്പറ്റി പറയുന്ന പ്രധാനമന്ത്രിക്ക് ഇത് പറയാൻ സമയം കിട്ടിയില്ലല്ലോ. പരീക്ഷാ പേടി മാറ്റുന്നതിനെ പറ്റി പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളോട് സംസാരിക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടായി. പക്ഷേ പരീക്ഷ അട്ടിമറിക്കപ്പെട്ട് 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. പക്ഷേ പ്രധാനമന്ത്രി മിണ്ടിയില്ലേ? അപ്പോൾ ആർക്കാ ഭയം? പ്രധാനമന്ത്രി മിണ്ടാതിരുന്നാൽ, മൗനി ബാബ രാജ്യത്തോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പ്രതിഫലനമാണെന്ന് BJP-കാരും
പ്രധാനമന്ത്രിയെ 56 ഇഞ്ച് നെഞ്ചളവുകാരനായി ദൈവതുല്യമായി കൊണ്ട് നടക്കുന്ന ആരാളും ചോദ്യം ചെയ്യപ്പെടാത്ത ആളാണെന്ന് മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി മുട്ടുമടക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഭരണവർഗം മുട്ടുമടക്കാൻ തുടങ്ങിയിരിക്കുന്നു.